കണ്ണൂരിലെ പേരാവൂര്. കാരണം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയാം. കാരണം നമ്മൾ അവിടെ ശൈലജ ടീച്ചറിനെ തഴഞ്ഞു എന്ന രീതിയിലായിരുന്നു ആദ്യം വാർത്തകളൊക്കെ വന്നത്. പക്ഷെ ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നപ്പം ആ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അവസാനിച്ചു. നേരത്തെ ശൈലജ 2011 വരെ ശൈലജ ടീച്ചറിന്റെ കയ്യിലായിരുന്നു, ഇപ്പൊ സണ്ണി ജോസഫിന്റെ കയ്യിലും. ഇനി സണ്ണി ജോസഫ് തന്നെയാണ് അടുത്തതും മത്സരിക്കാൻ പോകുന്നത്. ശൈലജ ടീച്ചർ തന്നെ വരുന്നു. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. അതായത് കെ സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ള പ്രശ്നമെന്നല്ല, കെ സുധാകരനെ കോൺഗ്രസ് ഒതുക്കിയതിലുള്ള അതൃപ്തിയിൽ നിൽക്കുന്ന കുറെ പേരുണ്ട്. അതാണ് ഫ്ലെക്സുകളൊക്കെ വന്നിരുന്നല്ലോ. അതായത് കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ ഫ്ലെക്സുകളും മീൻസ് എന്ന് പറയുന്ന നോട്ടീസുകൾ, സോറി ഫ്ലെക്സ് അല്ല നോട്ടീസുകൾ, പോസ്റ്റർ പ്രചരണമൊക്കെ വന്നു. അപ്പം സണ്ണി ജോസഫ് തന്നെ മത്സരിക്കുമ്പോൾ ഈ കെ സുധാകരനെ അനുകൂലിക്കുന്ന ഒരു പറ്റം ആൾക്കാർ എന്തായാലും കൂടെ കാണുമല്ലോ. അന്ന് കെ സുധാകരൻ പറഞ്ഞതും അങ്ങനെയാണ്, ഞാൻ രാജിവെച്ചാൽ എൻ്റെ കൂടെ വരാനും കുറെ ആൾക്കാരുണ്ടെന്ന്. അപ്പൊ ഈ ആൾക്കാർ കാരണം തന്നെ സണ്ണി ജോസഫിന്റെ ഭാവി അവിടുത്തെ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകിടം മറിയാൻ സാധ്യതയില്ലേ? ഇതില്ല, നമ്മള് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂരിൽ ഇപ്പം മത്സരം കടുത്ത് നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം ശൈലജ ടീച്ചർ ആദ്യകാലം 2006 മുതൽ 2011 വരെ മത്സരിച്ച് പിന്നീട് ഇങ്ങോട്ട് ശൈലജ ടീച്ചർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ സണ്ണി വക്കീൽ തന്നെയാണ് ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണ്ഡലം തിരികെ പിടിച്ചത്. അതിന് ഒരു കോൺഗ്രസ് ചായ്വുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ കോൺഗ്രസ് ചായ്വുള്ള മണ്ഡലത്തിൽ ആദ്യമായി ജയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറാണ്. അതിനുശേഷമാണ് വീണ്ടും പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം മറിഞ്ഞതും തിരിച്ച് പിടിച്ചെടുത്തതും ഒക്കെ. എന്നാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, അന്ന് 2006 2011 മത്സരിച്ച ഒരു ശൈലജ ടീച്ചർ അല്ല പേരാവൂരിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന ശൈലജ ടീച്ചർ എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2016 മുതൽ 2021 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ സുപ്രധാനമായ ഒരു പദവി, ഒരു മന്ത്രിസ്ഥാനം വഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ശൈലജ ടീച്ചറിന്റെ പ്രാധാന്യം. അത് സ്ത്രീകൾക്കിടയിലാണെങ്കിലും അല്ലെങ്കിൽ യുവാക്കൾക്കിടയിലാണെങ്കിലും രാഷ്ട്രീയ ഭേദമന്യാണെങ്കിൽ തന്നെയും ശൈലജ ടീച്ചർക്ക് അത്രത്തോളം പ്രാധാന്യം കേരളത്തിലുള്ള ജനത ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പേടി, ഭയം ഇപ്പോൾ പേരാവൂരിൽ സണ്ണി വക്കീലിന് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത്ര ഈസി വാക്ക് ഓവർ എന്നുള്ള നിലയിലേക്ക് അത് പോകില്ല എന്നുള്ളത് അറിയാം. അപ്പം കുറെ പ്ലസ് പോയിന്റുമായിട്ടാണ് അവിടെ ശൈലജ ടീച്ചർ നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ പാർട്ടി ഇങ്ങനെയൊരു തീരുമാനം ശൈലജ ടീച്ചറിനെ അവിടെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ മട്ടന്നൂരായിരുന്നല്ലോ ശൈലജ ടീച്ചറിന്റെ മണ്ഡലം. അപ്പൊ അവിടെ നിന്ന് മാറ്റി ഇവിടേക്ക് കൊണ്ടുപോയപ്പോൾ സ്വാഭാവികമെന്നോണം പാർട്ടി ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർ നിന്നാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോ സ്വാഭാവികമായും കണ്ണൂരിലെ പേരാവൂർ പോലെ ഒരു മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ മുൻപ് മത്സരിക്കുകയും ചെയ്ത് വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശൈലജ ടീച്ചറിനെ അവിടെ നിർത്തിയാൽ ഇതുവരെ സണ്ണി വക്കീലിന്റെ കയ്യിലിരുന്ന ആ മണ്ഡലം, 2 ടൈമായിട്ട് സണ്ണി വക്കീലിന്റെ കയ്യിലിരിക്കുകയാണ്, ആ മണ്ഡലം തിരികെ പിടിച്ചുകൊണ്ട് വരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം CPM-ന് ശൈലജ ടീച്ചർ മേലുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ശൈലജ ടീച്ചറിനെ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പം അതിന്റെ ഒരു പ്രാരംഭ നടപടികളും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ എളുപ്പത്തിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയം ഇതിനു മുൻപ് തന്നെ ഏറെക്കുറെ ചർച്ചയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പങ്ങളില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ശൈലജ ടീച്ചർ അതിന് എതിർപ്പ്, മട്ടന്നൂർ കിട്ടിയാൽ ഞാൻ മത്സരിക്കാമെന്നുള്ള സ്ഥാനമൊക്കെ നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് പാർട്ടി കൃത്യമായി ഇടപെട്ടുകൊണ്ട് ശൈലജ ടീച്ചറിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതോടുകൂടി ശൈലജ ടീച്ചർ പേരാവൂർ തനിക്ക് കിട്ടുന്ന ഒരു പാർട്ടി പറയുന്ന ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ ഒരു പാർട്ടി പ്രവർത്തകനോ പ്രവർത്തകയോ തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു മകുടോദാഹരണമായി തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇനി അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അല്ലാന്നുണ്ടെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള സമയം കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. ഇപ്പോഴും UDF-നെ സംബന്ധിച്ചിടത്തോളം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും പ്രചരണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇനിയും സീറ്റ് വിഭജനം പൂർത്തീകരിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കണ്ണൂരിലെ കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിള്ളലാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അവിടെ BDJS ആണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ വോട്ട് ഷെയർ ഒന്നും ഇല്ലാതെ പോയി, വളരെ തുച്ഛമായ വോട്ട് ഷെയർ ആയിരുന്നു കഴിഞ്ഞ തവണയും BJP സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. ഇത്തവണ അത് BDJS-ന് ആ സീറ്റ് കൊടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ മാറ്റമൊന്നും അവിടെ ഈ മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ നിന്നുണ്ട് അതിന് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഈ KPCC അധ്യക്ഷനായി വന്നിരുന്ന സണ്ണി ജോസഫിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും ഇപ്പോഴില്ല.
പ്രത്യേകിച്ച് സുധാകരൻ അനുകൂലികൾക്ക്. എന്തുകൊണ്ടാണ് സുധാകരൻ അനുകൂലികൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാതെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട് സുധാകരൻ പുറത്തേക്ക് വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് ചെന്നെത്തിയ ആള് സണ്ണി വക്കീലായിരുന്നു. അതായത് സണ്ണി വക്കീലും കൂടി അറിഞ്ഞുകൊണ്ട് സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ ഉണ്ട്. ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു വീക്ഷണം അവിടെയുണ്ട്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത് സുധാകരൻ അനുകൂലികളായിട്ടും സുധാകരനെ ഏറെ താല്പര്യമുള്ള, സുധാകരനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ, ചെറുപ്പക്കാരായിട്ടും അല്ലാതെയും അവിടെ കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിലുണ്ട്. അപ്പൊ പിന്നീട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഇപ്പോൾ സീറ്റ് നൽകാതെ കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് അടക്കമുള്ളവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു തലം കൂടിയുണ്ട്. അപ്പം ഈ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ എങ്ങനെയെങ്കിലും നിയമസഭയിലെത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവര്. അപ്പൊ അല്ലാതെ ലോക്സഭയിൽ പോയിരുന്നുകൊണ്ട് പ്രയോജനമില്ലാതെ അവിടെ നിന്ന് ഉറങ്ങാൻ വേണ്ടി ഒരാളെ എന്തിനാണ് ലോക്സഭയിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു, അവരിപ്പോഴും കരുതുന്നത് കരുത്തനായ നേതാവാണ് സുധാകരൻ എന്ന് തന്നെയാണ് ആ ബാക്കി നിൽക്കുന്ന കുറെ അണികൾ വിചാരിക്കുക. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആ കരുത്തൊക്കെ സുധാകരന്റെ ചോർന്ന് പോയി കഴിഞ്ഞു. ആ സുധാകരനാണ് ഇപ്പൊ പണ്ടത്തെ സുധാകരന്റെ ഒരു ചണ്ടിയാണ് ഇപ്പോഴത്തെ സുധാകരൻ എന്ന് പറയേണ്ടി വരും. ആ സുധാകരനെ വീണ്ടും മത്സരിപ്പിക്കാത്തതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾ ഈ പേരാവൂരുകാരനായ സണ്ണി വക്കീലാണ് എന്ന് ഈ അണികൾ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട്. അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാവും ശരി. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സണ്ണി വക്കീലിനോട് നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ ഈ സണ്ണി വക്കീലിന്റെ ചിത്രത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം അടിച്ചു വെച്ച് ഫ്ലെക്സിൽ എല്ലാം കൊണ്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അത് ഈ സണ്ണി വക്കീലിന്റെ പിന്നെ ഫ്ലെക്സിന്റെ വായ വരത്തില്ല, വായ വരുന്ന ഭാഗത്താണ് നന്ദി കാണിച്ചില്ലെങ്കിൽ നന്ദികേട് കാണിക്കരുത് എന്നുള്ള തരത്തിൽ ഒരു, എന്തുകൊണ്ടാണ് സണ്ണി വക്കീൽ സണ്ണി ജോസഫ് നന്ദികേട് കാണിച്ചോ? സണ്ണി വക്കീലിനെ അല്ലെങ്കിൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി വക്കീൽ കൊണ്ടു നടന്നതും വളർത്തിക്കൊണ്ട് വന്നതും എല്ലാം ഈ പറഞ്ഞ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് തന്നെയല്ലേ. സുധാകരന് സണ്ണി വക്കീലിന്റെ കാര്യത്തിൽ വലിയ പിന്നെ പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്വന്തം അനിയനെ പോലെ സുധാകരൻ കൂടെ കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ സണ്ണി ജോസഫ്. പക്ഷെ ഇതേ സഭക്കാരനായതിന്റെ ഒരു പ്ലസ് പോയിന്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ സഭക്കാരനായതിന്റെ പേരിലാണ്, അത് നല്ല സമരീയക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് KPCC അധ്യക്ഷനാക്കുന്നത്. അങ്ങനെയാണ് സുധാകരൻ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. സണ്ണി വക്കീൽ എന്ന് പറയുന്ന അല്ലെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവിനെ സണ്ണി ജോസഫ് ആക്കി തീർത്തതിന്റെ പിന്നിൽ സുധാകരന്റെ ഒരു വലിയ കൈ ഉണ്ട്. ഇത് തുടക്കത്തിൽ എന്താ പറയുന്നത്, പിന്നെ സണ്ണി വക്കീൽ വരുന്ന സമയത്തും സുധാകരൻ മാറി സുധാകരന്റെ അനുയായി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ട അല്ലെങ്കിൽ കൂടെ കൊണ്ടുനടന്ന ഒരു നേതാവാണ് സുധാകരൻ. ആ സുധാകരന്റെ തണൽ പറ്റി വളർന്നു വന്ന ഒരുപാട് വൻമരങ്ങൾ അവിടെ ഉണ്ട്, സത്യം പറഞ്ഞ കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് എന്ന് പറയുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ അവിടെ പതിച്ചിരിക്കുന്നത്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കിയ സമയത്ത് അവിടെ പന്തം കൊളുത്തി പ്രകടനം വരെ ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ VD സതീശൻ പറയുന്നത് CPM തകർന്നു എന്നാണ് പറയുന്നത്. CPM ഇനി ഇല്ല. ബംഗാളിൽ 30 വർഷം വേണ്ടി വന്നു CPM തകരാനെങ്കിൽ കേരളത്തിൽ 10 വർഷം മതി CPM തകരാൻ എന്ന് പറയുന്ന ഒരു വിദണ്ഡവാദമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കോളൂ, കോൺഗ്രസ് ആണ് തകർന്നു നിൽക്കുന്നത്. കോൺഗ്രസ് ഭയങ്കരമായി തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെയൊക്കെയാണ് കോൺഗ്രസിന് ഇപ്പം പല മണ്ഡലങ്ങളിൽ, ഇപ്പം മലമ്പുഴയാണെങ്കിൽ തന്നെയും അവിടെ സുരേഷ് എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ആളിന് പൊളിറ്റിക്സുമായിട്ട് അത്ര വലിയ അഡമന്റ് ആയിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഇപ്പൊ DK ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാള്, പിന്നെ അദ്ദേഹം തളിപ്പറമ്പില് അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ, അതായത് ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ അവിടെ ശ്യാമള ടീച്ചറെ അവിടെ ആക്കി എന്ന് പറയുന്നത് പുള്ളി പാർട്ടി വിട്ട് പോകുന്നു. അപ്പൊ പാർട്ടി വിട്ട് പോയി ആരുടെ പിന്തുണയാണ്? കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ VK ശ്രീകണ്ഠന്റെ ഭാര്യയാണ് മത്സരിപ്പിക്കുന്നത്, അല്ലെ? ആ VK ശ്രീകണ്ഠന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കോങ്ങാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ വെട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് രമ്യ ഹരിദാസിനെ വെട്ടി മാറ്റി ചെറിയ കീഴ് കൊണ്ടിട്ടു. ഒരു പ്രയോജനമില്ലാത്ത സ്ഥാനാർത്ഥി തീരുമാനമാണ് അതല്ല. അപ്പം ഇങ്ങനെ അവിടെ സ്വന്തം ഭാര്യയെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ തദ്ദേശീയയായ ഒരു വനിതാ നേതാവിനെ വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. ഒരു പ്രയോജനം കിട്ടാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ കള്ളക്കളികൾ നടക്കുന്ന കോൺഗ്രസിലേക്കാണ് ഇപ്പം ആര് പോകുന്നത്, ഈ പോകാൻ തയ്യാറെടുക്കുന്നത്. അല്ലെങ്കിൽ വിമതനായി മത്സരിക്കുകയാണെങ്കിൽ പോലും അവരുടെ പിന്തുണ നേടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് CPM-ന് വലിയ നഷ്ടവും സംഭവിക്കാനില്ല. CPM ഇപ്പം കോൺഗ്രസിൽ മത്സരിക്കുന്ന പലരും പിന്തുണ, ഇപ്പം നമ്മൾ നോക്കിക്കോളും, അമ്പലപ്പുഴയാണെങ്കിലും പിന്നെ അങ്ങോട്ട് നീങ്ങിയിട്ട് ഇപ്പം കണ്ണൂര്
സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വേറൊരാൾ മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് നിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിലൊന്നാണ് കണ്ണൂരിലെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സണ്ണി വക്കീലിനോട് എതിർപ്പ് ഒരു വലിയ പറ്റം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പേരാവൂരിലെയും കൂടെയാണ്. അങ്ങനെ വരുമ്പോൾ പേരാവൂരിൽ നല്ല കാര്യമായിട്ട് ഒരു വലിയ വോട്ടുമറിയൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അങ്ങനെ വരുമ്പോൾ ശൈലജ ടീച്ചർക്ക് അവിടെ മേൽക്കൈ ഉണ്ടാവും. കാര്യം ഇവിടെ BDJS വിജയിപ്പിക്കുന്നുണ്ട് വലിയ പ്രയോജനമൊന്നും പേരാവൂരുകാർക്കില്ല. പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർക്കാണ് കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നത്. അവിടെ ഒരു വോട്ട് മറിയൽ നടന്നിരുന്നാലും ഈ വോട്ട് CPM ഗുണകരമാവുന്ന തരത്തിലായിരിക്കും ആ വോട്ടിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവുക. അല്ലാതെ അത് നേരെ പോയിട്ട് BDJS ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോകില്ല. ആ രീതിയിലായിരിക്കും അതിന്റെ ഒരു കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രചരണം അഴിച്ചിടും. സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സണ്ണിയുടെ പ്ലസ് പോയിന്റ്? സണ്ണി ജോസഫിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളെ നമ്മൾ എടുത്ത് വെറുതെ പരിശോധിച്ചാൽ മതി. ശൈലജ ടീച്ചറെയും സണ്ണി ജോസഫിനെയും രണ്ടുപേരെയും ഒരു മുന്നിൽ നിർത്തിക്കൊണ്ട് ശൈലജ ടീച്ചറിന്റെ പോസിറ്റീവുകളെ കുറിച്ച് പറയുക, എന്നിട്ട് നെഗറ്റീവുകളെ കുറിച്ച് പറയുക. സണ്ണി വക്കീലിന്റെ പോസിറ്റീവുകളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവുകൾ മാത്രമേ ഉള്ളന്നേ. സ്വന്തം കൂടെ നടന്ന ഒരു നേതാവിനെ വഞ്ചിച്ചു. K. സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവിനെ വഞ്ചിച്ചുകൊണ്ട് ചട്ടുകമായി പ്രവർത്തിച്ചു. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ VD സതീശനോടൊപ്പം നിൽക്കുന്നു എന്ന് സതീശനെ തോന്നിപ്പിച്ചു. സതീശനോടൊപ്പം നിൽക്കുന്ന സമയത്ത് തന്നെ KC വേണുഗോപാലുമായിട്ടും രാഹുൽ മാങ്കൂട്ടുമായിട്ട് രഹസ്യമായ അജണ്ടകൾ ഉണ്ടാക്കി. ഇവിടെ വയനാടുകാരെ വഞ്ചിച്ചു, വയനാട്ടുകാർക്ക് ഫണ്ട് പിരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചു, വീട് ഇപ്പം കെട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചു. അങ്ങനെ എത്ര വഞ്ചനകളാണ് ശരിക്കും സണ്ണി വക്കീലിന്റെ തലയിലേക്ക് ചാർത്തപ്പെട്ടത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം ഈ പറയുമ്പോൾ പലയിടത്തും വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനം പോലും നടത്താൻ കഴിയാത്ത ഒരു ദുർബലനായ നേതാവാണ് ശരിക്കും പറഞ്ഞാൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവ്. അങ്ങനെ നെഗറ്റീവ് ഇമേജുകൾ മാത്രമുള്ള ഒരു നേതാവായി മാറിയിരിക്കുകയാണ്. ആ സ്വന്തം നാട്ടിൽ വരെ അദ്ദേഹത്തെ കൂവി തോൽപ്പിച്ചു ജനങ്ങള്. അവിടെ ഒരു പാല പണി ഉദ്ഘാടനം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്വന്തം നാട്ടിലെ ആൾക്കാർ കൂവി തോൽപ്പിച്ചില്ലേ അദ്ദേഹത്തെ. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് നെഗറ്റീവ് പോയിന്റുകൾ ഉള്ള ഒരാളാണ് ഈ പറയുന്ന സണ്ണി വക്കീല്. ശൈലജ ടീച്ചറെ നോക്കൂ, ശൈലജ ടീച്ചറിനെ കുറിച്ച് നെഗറ്റീവുകളില്ല. നെഗറ്റീവ് ഉയർന്നു വരുത്തി കോൺഗ്രസ്സുകാർ സൃഷ്ടിച്ചെടുത്ത കുറെ നെഗറ്റീവുകളാണുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ PP കിറ്റ് അഴിമതി, 108 ആംബുലൻസ് അഴിമതി, ഇങ്ങനെ തുടങ്ങിയ ഒരു 1-2 അഴിമതി കേസുകൾ മാത്രമാണ് ശൈലജ ടീച്ചറിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഈ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി കേസുകൾക്ക് എവിടെയാണ് തെളിവ് സഹിതം കോടതിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുറ്റപത്രം കിടപ്പുണ്ടോ? ഇത് കോടതിയിലേക്ക് വിജിലൻസ് അന്വേഷണം പോയിട്ടുണ്ടോ? ഇത് കുറ്റപത്രം ശൈലജ ടീച്ചർക്കെതിരെ വന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ല. പിന്നെ എങ്ങനെ ശൈലജ ടീച്ചർ കുറ്റക്കാരിയാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും? ശൈലജ ടീച്ചർ ഇപ്പൊ PP കിറ്റ് അഴിമതി എന്ന് പറയുന്നല്ലോ. നമ്മള് സാധാരണ ഇന്ന് N95 മാസ്ക് നമ്മൾ ഒരെണ്ണം പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കണമെങ്കിൽ 20 രൂപയേ ഉള്ളൂ വില. അന്ന് കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും ഓടി ചാടി നടന്ന് N95 മാസ്ക് ഉപയോഗിച്ചാലേ നമുക്ക് ഈ വൈറസിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിച്ചാടി പോയി മേടിക്കുകയാണ്. അന്ന് നമ്മൾ മേടിച്ച ഒരു സർജിക്കൽ മാസ്കിന് വില 10 രൂപ 15 രൂപയായിരുന്നു നമ്മൾ വാങ്ങിയത്. ഇന്ന് 10 രൂപയ്ക്ക് 3-4 കിട്ടും അത്, അല്ലെങ്കിൽ 5 രൂപയിലേക്ക് കുറഞ്ഞു. അപ്പൊ എന്താണ് അന്ന് 150 രൂപയ്ക്കാണ് N95 മാസ്ക് നമ്മൾ ഓരോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എത്ര ഇരട്ടി വിലയാണ് അവിടെ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെ അന്ന് PP കിറ്റിന് ഇന്ന് PP കിറ്റിന് വലിയ വിലയില്ല. കാര്യം എന്ന് വെച്ചാൽ അത് വേസ്റ്റ് ആണ്. ഇന്ന് ആരും PP കിറ്റ് ഉപയോഗിക്കുന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമായി മാറുന്നു. അന്ന് എത്ര PP കിറ്റ് വേണം? അവിടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന സമയത്ത് അതിനെ വാളണ്ടിയർമാരെല്ലാം PP കിറ്റ് ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. DYFI പ്രവർത്തകർക്കെല്ലാം PP കിറ്റിന്റെ ആവശ്യം വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഈ അഴിമതി കേസുകളൊന്നും ഒരു കേസായി പോവുകയോ അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് അതിലേക്ക് അതെല്ലാം വെറും ആരോപണം മാത്രമാണ്. അതിൽ പോസിറ്റീവായിട്ട് എന്തെല്ലാം കാര്യം ശൈലജ ടീച്ചറിനെ കുറിച്ച് പറയാനുണ്ടാവും. ആശുപത്രികളുടെ വികസനത്തെ കുറിച്ച് പറയാനുണ്ട്, നിപ വന്ന സമയത്ത് ടീച്ചർ എടുത്തിട്ടുള്ള എഫർട്ടുകളെ കുറിച്ച് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ പ്രളയം വന്ന കാലഘട്ടത്തിൽ ആശുപത്രികളെ ഏത് രീതിയിലാണ് ടീച്ചർ സജ്ജീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. കോവിഡ് സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ടീച്ചർ ഉറക്കമിളഞ്ഞിട്ടുള്ള രാത്രികളെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ അടയാളപ്പെടുത്തുന്ന നിരവധി പോസിറ്റീവ് ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിലതിനെ കമ്പയർ ചെയ്ത്. ഇപ്പൊ കാസർഗോഡുകാർക്ക് ഒരു മെഡിക്കൽ കോളേജ് ആ സമയത്തല്ലേ തുടങ്ങിയത്. മംഗലാപുരത്തേക്ക് നമ്മുടെ ഒരു രോഗിയും കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ തടഞ്ഞു. കോവിഡ് സമയമായിരുന്നു, ആ രോഗി മരിക്കുന്നു. അപ്പോൾ കാസർഗോഡ് മെഡിക്കൽ കോളേജ് പെട്ടെന്ന് തന്നെയാണ് സെറ്റാക്കി എടുക്കുന്നത്. ഈ സാഹചര്യം പോലും ഒക്കെ നമ്മൾ അതിജീവിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവ് തന്നെയാണ് ഈ ശൈലജ ടീച്ചർ. അപ്പൊ വടകരയിൽ തോറ്റില്ലെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടാക്കിയെടുത്ത പൊളിറ്റിക്സ് എന്തായിരുന്നു? ആ ഒരു വർഗീയ പൊളിറ്റിക്സിലാണ് അവിടെ കളിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി പോസിറ്റീവ് ഘടകങ്ങൾ ഇവിടെയുണ്ട്, നെഗറ്റീവ് ഘടകങ്ങൾ ഏറെയും
അവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന സണ്ണി വക്കീൽ. അതുകൊണ്ട് പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന് ഇടതുപക്ഷത്തെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നാൽ നമുക്ക് അതിനെ തെറ്റു പറയാൻ കഴിയില്ല.